ചൂട് കൊണ്ട് ജീവിക്കാൻ വയ്യ, ഇവിടെ നിൽക്കാൻ വയ്യ, വീടുകളിലും കിടക്കാൻ വയ്യ, ഉറങ്ങാനും വയ്യ, ചൂട് കാരണം ചാവത്തേ ഉള്ളൂ. ഉമ്മന്നൂർ സ്വദേശി രഘുനാഥൻ, ഇളമ്പൽ സ്വദേശി സുരേഷ്, പുനലൂർ ഭരണിക്കാവ് സ്വദേശി നൌഷാദ് എന്നിവർക്കാണ് ഇന്ന് സൂര്യാഘാതമേറ്റത്. ദേഹത്ത് കുമിള പോലെ പൊള്ളിവന്ന കണ്ടയുടനെ ഇവർ ആശുപത്രിയിൽ ചികിത്സ തേടുകയായിരുന്നു. പുനലൂർ താലൂക്ക് ആശുപത്രിയിലെ ഡോക്ടർമാരാണ് സൂര്യാഘാതമാണെന്ന് സ്ഥിരീകരിച്ചത്. ശരീരത്തിലെ താപനിലയേക്കാൾ അന്തരീക്ഷ താപനില ഉയരുമ്പോഴാണ് സൂര്യാഘാതം ഉണ്ടാകുന്നതെന്നും വെയിലത്ത് പണിയെടുക്കുന്നവർ സൂക്ഷിക്കണമെന്നും പുനലൂർ താലൂക്ക് ആശുപത്രി സൂപ്രണ്ട് ഷാഹിർ ഷാ പറഞ്ഞു. പ്രധാനമായിട്ടും ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ട 1-2 കാര്യങ്ങളാണ്. ഒന്ന്, ഈ സൂര്യതാപം കൂടിയ സമയങ്ങൾ, അതായത് 2 മണിക്കാണ് സാധാരണ അന്തരീക്ഷ ഊഷ്മാവ് ഏറ്റവും കൂടുതലായിട്ട് കാണുന്നത്. അപ്പം 12 മണിക്കും 3 മണിക്കും ഇടയ്ക്കുള്ള സമയങ്ങളിൽ പരമാവധി തുറസായ സ്ഥലങ്ങളിൽ ജോലി ചെയ്യുന്നത് ഒഴിവാക്കുക. ഈ വേനലിൽ ഇത് 2ാം തവണയാണ് പുനലൂരിൽ ചൂട് 38 ഡിഗ്രിയേക്കാൾ ഉയരുന്നത്. മാർച്ച് 22-ന് 38.4 ഡിഗ്രി ചൂട് രേഖപ്പെടുത്തിയിരുന്നു. സംസ്ഥാനത്ത് പാലക്കാടിനൊപ്പം ഏറ്റവും കൂടുതൽ ചൂട് അനുഭവപ്പെടുന്ന സ്ഥലമാണ് പുനലൂർ. 5-6 വർഷം കൊണ്ട് ഞാൻ ഇന്ന് വരെ ഇങ്ങനെയുള്ള ചൂട് എന്റെ ജീവിതത്തിൽ വെച്ചിട്ടില്ല. മനുഷ്യൻ ചത്തുപോകുന്ന ആവശ്യം എല്ലാ സങ്കടം തന്നെയാണ്. സൂര്യാഘാതം ഏൽക്കാതിരിക്കാൻ ദിവസവും 20 ഗ്ലാസ് വെള്ളം അധികം കുടിക്കാൻ ഡോക്ടർമാർ നിർദ്ദേശിക്കുന്നുണ്ട്. വെയിലേൽക്കുന്നത് പരമാവധി ഒഴിവാക്കണം. കനത്ത ചൂട് മൂലമുണ്ടാകുന്ന നിർജ്ജലീകരണം മൂത്രസഞ്ചി, മൂത്രനാളി എന്നിവയെ ദോഷകരമായി ബാധിക്കാമെന്നും ഡോക്ടർമാർ പറയുന്നു. സൂര്യാഘാതമേറ്റവരെ ഉടൻ തന്നെ തണലത്തേക്ക് മാറ്റണമെന്നും പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിലേക്ക് മാറ്റണമെന്നും ഡോക്ടർമാർ പറയുന്നു. ന്യൂസ് ബ്യൂറോ, പുനലൂർ.